ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ബറാത്ത് നോമ്പുള്ള എൻ്റെ ഒരു ദിവസം കേട്ടോ. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തോളമായി. അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റ് ആയിട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. അസർ മുതലാട്ടോ ഞാൻ വീഡിയോ എടുത്തിരിക്കണത്. അപ്പോൾ അത് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നേരെ അടുക്കളയ്ക്ക് പോയി. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ പോയപ്പോൾ താത്ത പത്തിരിക്ക് ഉരുളയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ചെയ്തിട്ട് ഉമ്മ തേങ്ങയും ചിരകുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചിക്കൻ കഴുകാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൊറോട്ട കടയിൽ നിന്ന് മേടിക്കാൻ വിചാരിച്ചു. അപ്പുറത്ത് ഉമ്മതാ ചിക്കൻ കറിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സബോളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതൊന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കറിക്കില്ല എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സബോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും വേപ്പിൻ്റെ ഇലയും ചിക്കനും പിന്നെ തേങ്ങ നമ്മൾ വറുത്തരച്ച് വെക്കണോണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പത്തിരി ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറിക്കുള്ള തേങ്ങ വറുത്തും കൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറത്ത് ഇതാ ചിക്കൻ കറി വെച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സബോളൊക്കെ വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇതാ അപ്പോൾ തക്കാളി മുളകൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ താത്താൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ പണികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഫ്രൂട്ട്സൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. തണ്ണിമത്തനും ഓറഞ്ചും ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഒരു ഉലക്കമ്മല കത്തിയായിരുന്നു കഴിച്ചത്. അപ്പോൾ ആ കത്തി കൊണ്ട് കിട്ടണമില്ല. വേറെ കത്തിൻ്റെ അത് വേറെ ആരോ എന്തിനോ എടുത്തൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്നാൽ ഇല്ല കത്തി കൊണ്ട് മുറിക്കാൻ വിചാരിച്ചിട്ട് മുറിക്കാം കേട്ടോ. കിട്ടണമെന്നല്ല മുറിയണമെന്നല്ല ഗൈസ്. അപ്പോൾ അതൊക്കെ മുറിച്ച് സെറ്റാക്കി അവിടെ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഓറഞ്ച് എടുത്തിട്ടോ. ഓറഞ്ചിൻ്റെ ഓരോ തൊലി കളഞ്ഞും കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ ആയിട്ടോ. അപ്പം ഇനി തേങ്ങ അരച്ചിട്ടൊക്കെ പാർന്നാൽ അത് റെഡി ആയിട്ടോ. ഇതാ അപ്പോൾ തേങ്ങ അരച്ച് പാർന്നു. ഇനി നന്നായി ഒന്ന് ഇളക്കി ഒന്നെടുത്താൽ ചിക്കൻ കറി റെഡി. നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. പത്തിരി പൊറോട്ട നൂൽപുട്ടൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ അത് നല്ല ടേസ്റ്റിലെ കറി കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പി ഞാൻ അങ്ങനെ ഇത് കാണിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. സിമ്പിളായിട്ടുള്ള കറി കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കൊടുക്കാനൊക്കെ ആയിട്ടോ. അപ്പോൾ അതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടോ. അപ്പോൾ എണ്ണക്കടി നമ്മൾ സമൂസയും ഉള്ളിവടയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓറഞ്ച് ജ്യൂസ് അടിച്ചു കേട്ടോ. അപ്പോൾ അതാ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടോ. അപ്പോൾ പിന്നെ ബാങ്ക് കൊടുത്തു. അങ്ങനെ നോമ്പറന്നു കേട്ടോ. അപ്പോൾ ഇതാ നോമ്പറന്നിട്ട് പെട്ടെന്ന് വയറെന്ന് പറഞ്ഞിട്ടോ. വെള്ളങ്ങൾ കുടിച്ചേക്ക് തന്നെ നാരങ്ങ വെള്ളവും സാദാ വെള്ളവും പിന്നെ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. നോമ്പ് തുറക്കണതിന് മുമ്പ് നമ്മളെല്ലാം കഴിക്കും പറഞ്ഞിട്ട് എല്ലാതും സാധനങ്ങളും ഇങ്ങനെ കൊടുന്ന് വെക്കും കേട്ടോ. എന്തൊക്കെയോ കഴിച്ചു, അത്ര തന്നെ കഴിച്ചിട്ടുള്ളൂ. അപ്പത്തിന് തന്നെ വയറ് ഫുള്ളായി കേട്ടോ. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഖുർആൻ ഓതി. അങ്ങനെ കുറച്ച് നേരം പിന്നെ ഇരുന്നിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. പിന്നെ ഇതാ നിസ്കാരം കഴിഞ്ഞ് ഓത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചിട്ടോ. അങ്ങനെ ആദ്യം പത്തിരി എടുത്ത് അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പൊറോട്ട കഴിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ഇശാ നിസ്കരിച്ച് പിന്നെ കടന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.